ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ISL 10ാം വീക്ക് അവസാനിക്കുമ്പോൾ 10ാം വീക്കിൽ ഉണ്ടായ പ്രധാന മാച്ച് റിസൾട്ടും പോയിന്റ് ടേബിൾ നമുക്ക് നോക്കിയാലോ. 10ാം വീക്കിൽ പ്രധാനമായി ഉണ്ടായത് ഇമാമി ഈസ്റ്റ് ബംഗാളിന്റെ ആദ്യ വിജയമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 1-0 ഇമാമി ഈസ്റ്റ് ബംഗാൾ തോൽപ്പിച്ചത്. പിന്നീട് ബംഗളൂരു എഫ്സിക്കെതിരെ ഒഡീഷ എഫ്സിയുടെ വിജയമാണ്. 4-2 ബംഗളൂരു എഫ്സിയെ ഒഡീഷ എഫ്സി തോൽപ്പിച്ചത്. പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചെന്നൈയിൻ എഫ്സിയെ 1-0 പരാജയപ്പെടുത്തി. ചെന്നൈയിൻ എഫ്സിയുടെ തുടർച്ചയായ രണ്ടാം തോൽവിയാണ് മോഹൻ ബഗാനെതിരെ വാങ്ങിയത്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ 5ാം തോൽവി വാങ്ങിയ വീക്കാണ് കടന്നു പോകുന്നത്. FC ഗോവക്കെതിരെ 1-0 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഇതോടെ സീസണിലെ 5ാം തോൽവി നേരിടുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നീട് ഇന്നലെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FC മുഹമ്മദൻസ് എഫ്സിക്കെതിരെ 3-1 വിജയിക്കുകയായിരുന്നു. ഇനി നമുക്ക് പോയിന്റ് ടേബിൾ ഒന്ന് നോക്കി വരാം. പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. 9 കളികളിൽ നിന്നും 20 പോയിന്റുകളുമായി 1ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉള്ളത്. 2ാം സ്ഥാനത്തുള്ളത് 10 കളികളിൽ നിന്നും 20 പോയിന്റുള്ള ബംഗളൂരു FC ആണ്. ഈ രണ്ട് ടീമുകളാണ് ഈ വർഷത്തെ ഷീൽഡിനായി പ്രധാനമായും മത്സരം നടക്കുന്നത്. 3ാം സ്ഥാനത്തുള്ളത് ഒഡീഷ FC ആണ്. 4ാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. 5ാം സ്ഥാനത്ത് പഞ്ചാബ് FC ആണ് വരുന്നത്. 6ാം സ്ഥാനത്ത് വരുന്നത് FC ഗോവയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ളത് 10ാം സ്ഥാനത്താണ്. 11 പോയിന്റുകൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സീസണിൽ സ്വന്തമാക്കാനായി സാധിച്ചിട്ടുള്ളത്.